സർവേഷാം കൃതേ നമസ്കാരः. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ലകാരത്തിൻ്റെ ബാക്കി തന്നെയാണ്. പുരുഷനും വചനത്തെയും കുറിച്ചിട്ടാണ്. ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ര, പു, മ, പു, ഉ, പു എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. പ്ര, പു എന്ന് പറഞ്ഞാൽ പ്രഥമ പുരുഷഃ, മാപു മധ്യമ പുരുഷഃ, ഊപു ഉത്തമ പുരുഷഃ. അപ്പോൾ പ്രഥമ പുരുഷന്റെ നേരിട്ടുള്ള ക്രിയാപദങ്ങൾ പഠതി, പഠതഃ, പഠന്തി എന്നിവയാണ്. അതേപോലെ മധ്യമ പുരുഷന്റെ നേരിട്ടുള്ള ക്രിയാപദങ്ങളും ഉത്തമ പുരുഷന്റെ നേരിട്ടുള്ള ക്രിയാപദങ്ങളും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിലായിട്ട് ഏ വ എന്ന് കൊടുത്തിട്ടുണ്ട്. ഏകവചനത്തിന്റെ ഷോർട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ് ഏ വ. അതുപോലെ ദ്വിവചനം, ബഹുവചനം. ഇതാണ് ഓർഡർ. അപ്പൊ ഇവിടെ നോക്കൂ, ഇതെല്ലാം തന്നെ പഠധാതുവിൻ്റെ രൂപങ്ങളാണ്. എല്ലാം മീൻസ് പടതി മുതൽ പഠാമഹ വരെയുള്ള 9 രൂപങ്ങൾ പഠധാതുവിൻ്റെ തന്നെയാണ്. ഇവിടെ നോക്കൂ, പ്രഥമ പുരുഷ ഏകവചനത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ക്രിയാപദം പഠതി എന്നാണ്. അതേപോലെ പ്രഥമ പുരുഷ ദ്വിവചനത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ക്രിയാപദം പഠതഃ. അതുപോലെ പ്രഥമ പുരുഷ ബഹുവചനത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ക്രിയാപദം പഠന്തി എന്നാണ്. അപ്പൊ പ്രഥമ പുരുഷനിൽ ഇവിടെ പഠതി, പഠതഃ, പഠന്തി എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ലട്ട് ലകാരത്തിൽ എന്നുകൂടി, അതായത് വർത്തമാനകാലത്തിൻ്റെ രൂപങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ലകാരങ്ങൾ നമുക്ക് സിമ്പിളാവും. ഓക്കെ, ഇനി മധ്യമ പുരുഷന്റെ ഏകവചനത്തിന്റെ സ്ഥാനത്തുള്ള ക്രിയാപദം പഠസി, ദ്വിവചനം പഠതഃ, ബഹുവചനം പഠധ. ഉത്തമ പുരുഷന്റെ ഏകവചനം പഠാമി, ദ്വിവചനം പഠാവഹ, ബഹുവചനം പഠാമഹ. ഓക്കെ, അപ്പൊ ഈ ഒരു 9 രൂപങ്ങൾ നമ്മൾ പഠധാതുവിൻ്റെ കാണാതെ പഠിച്ചിരിക്കണം. ഇത് ലട്ട് ലകാരത്തിന്റെ രൂപങ്ങളാണ്. ഓക്കെ, പഠതി, പഠതഃ, പഠന്തി, പഠസി, പഠതഃ, പഠധ, പഠാമി, പഠാവഹ, പഠാമഹ. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ധാതുക്കളുടെയും നമുക്ക് ഇതേപോലെ തന്നെ രൂപങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇനി അപ്പൊ എന്തിനാണ് ഈ 9 രൂപങ്ങൾ അല്ലേ? കാരണം ക്രിയാപദത്തിന് അനുസരിച്ചിട്ടാണ് കർത്തൃപദം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ക്രിയാപദം ഏകവചനത്തിലാണെങ്കിൽ കർത്തൃപദവും ഏകവചനത്തിലായിരിക്കും. ദ്വിവചനമാണെങ്കിൽ കർത്തൃപദം ദ്വിവചനത്തിൽ, ക്രിയാപദം ബഹുവചനമാണെങ്കിൽ കർത്തൃപദവും ബഹുവചനത്തിൽ. അതുപോലെ മധ്യമപുരുഷന്റെ ക്രിയാപദം ഏകവചനത്തിലാണെങ്കിൽ അതേപോലെ മധ്യമപുരുഷന്റെ കർത്തൃപദവും ഏകവചനത്തിലായിരിക്കും. അങ്ങനെ ക്രിയാപദങ്ങളുടെ വചനങ്ങൾക്കനുസരിച്ചിട്ട് കർത്തൃപദങ്ങളുടെ വചനം ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, പഠതി മുതൽ പഠാമഹ വരെ പഠധാതുവിൻ്റെ 9 രൂപങ്ങളുണ്ട്. ഇവയ്ക്കെല്ലാം തന്നെ ഈ 9 ക്രിയാപദങ്ങളുടെയും അർത്ഥങ്ങൾ ഒന്ന് തന്നെയാണ്. എന്തായിരിക്കും? ഞാൻ പറഞ്ഞു, ഇത് ലട്ട് ലകാരത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വർത്തമാന കാലത്തിൽ ഉപയോഗിക്കുന്ന ലകാരമാണ്. അങ്ങനെ നോക്കുമ്പോൾ പഠധാതുവിൻ്റെ ഈ 9 രൂപങ്ങളുടെ മീനിങ് എന്ന് പറഞ്ഞത് പഠിക്കുന്നു എന്ന് തന്നെയാണ്.
പക്ഷേ അവിടെയുള്ള വചനങ്ങളും പുരുഷന്മാരും മാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അതിന് നമ്മൾ ഈ 9 രൂപങ്ങളും ഇതേ ഓർഡറിൽ തന്നെ നമ്മൾ കാണാതെ പഠിക്കേണ്ടതുണ്ട്. ഉത്തമ പുരുഷന്റെ ഏകവചനം പഠാമി എന്നാണ്, ഉത്തമ പുരുഷന്റെ ബഹുവചനം പഠാമഹ എന്നാണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ. ഈ പ്രഥമ പുരുഷന്റെ ക്രിയാപദങ്ങളെയും മധ്യമ പുരുഷന്റെ ക്രിയാപദങ്ങളെയും ഉത്തമ പുരുഷന്റെ ക്രിയാപദങ്ങളെയും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇതേ പുരുഷന്മാരിൽ പ്രത്യേകമായിട്ടുള്ള കർത്താക്കളുമുണ്ട്. അവയെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രഥമ പുരുഷനിൽ ഏതൊക്കെ കർത്തൃപദങ്ങൾ വരുമെന്നും അതുപോലെ മധ്യമ പുരുഷനിൽ ഏതൊക്കെ കർത്തൃപദവും ഉത്തമ പുരുഷനിൽ ഏതൊക്കെ കർത്തൃപദങ്ങളെല്ലാം വരുമെന്നും നമുക്ക് നോക്കാം. പ്രഥമ പുരുഷനിൽ അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ബ്ലാക്കില്. പ്രഥമ പുരുഷനിൽ വരുന്ന കർത്താക്കൾ ബാലകഃ, രാമഃ, അധ്യാപകഃ, ദേവഃ, രമ, സുമ, സീത, വനം, ക്ഷേത്രം എന്നിങ്ങനെ എല്ലാ പേരുകളും നമുക്ക് പ്രഥമ പുരുഷനിൽ ഉപയോഗിക്കാം. എല്ലാ തരത്തിലുള്ള പേരുകളും പ്രഥമ പുരുഷനിൽ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഏകവചനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെതായിട്ടുള്ള ദ്വിവചനവും ബഹുവചനവും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ബാലകഃ എന്നത് ഏകവചനമാണ്. അത് ഏകവചന ക്രിയാപദത്തിനോടൊപ്പം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതേപോലെ ബാലകൗ എന്നുണ്ടെങ്കിൽ അത് ദ്വിവചനമാണ്. അപ്പോൾ ദ്വിവചന ക്രിയാപദത്തോടൊപ്പം ബാലകാഹ ബഹുവചനം. അപ്പോൾ ബഹുവചന ക്രിയാപദത്തിനോടൊപ്പം മാത്രമേ ഉപയോഗിക്കൂ. അങ്ങനെ ഈ പ്രഥമ പുരുഷനിൽ വരുന്ന എല്ലാ കർത്തൃപദങ്ങൾക്കും മറ്റു വചനങ്ങൾ ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി മധ്യമ പുരുഷ. ഇവിടെ 3 കർത്തൃപദങ്ങളെ ഉണ്ടാവുകയുള്ളൂ. സിമ്പിളാണ്. ഏതൊക്കെയാണ്? ത്വം ഏകവചനം, യുവാം ദ്വിവചനം, യൂയം ബഹുവചനം. ഓക്കെ. ഇനി ഉത്തമ പുരുഷൻ അഹം, ആവാം, വയം. ഈ 3 കർത്താക്കളെ ഉള്ളൂ. അപ്പോൾ മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ ഇവയെ കൂടാതെയുള്ള മറ്റ് കർത്തൃപദങ്ങളെല്ലാം തന്നെ, മറ്റു നാമപദങ്ങളെല്ലാം തന്നെ ഏത് പുരുഷനിലാണ് ഉണ്ടാവുക? പ്രഥമ പുരുഷനിൽ. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ബാലകഃ എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. രാമഃ അർത്ഥം അറിയാം. അധ്യാപകഃ ടീച്ചർ. ഓക്കെ. അതുപോലെ മധ്യമ പുരുഷന്റെ കർത്താക്കളുടെ മീനിങ് ത്വം എന്ന് പറഞ്ഞാൽ നീ, യുവാം നിങ്ങൾ 2 പേർ, യൂയം നിങ്ങൾ 3 പേര്. അതിലും കൂടുതൽ വന്നു കഴിഞ്ഞാലും ബഹുവചനത്തിലേ ഉപയോഗിക്കാറുള്ളൂ. ത്വം ഏകവചനം, യുവാം ദ്വിവചനം, യൂയം ബഹുവചനം. അപ്പോൾ ത്വം എന്ന് വരുമ്പോൾ ഏകവചന ക്രിയാപദം മാത്രമേ ഉപയോഗിക്കാവൂ. യുവാം ദ്വിവചന ക്രിയാപദം, യൂയം ബഹുവചനം. അതുപോലെ ഉത്തമ പുരുഷനിൽ അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, ആവാം ഞങ്ങൾ 2 പേർ, വയം ഞങ്ങൾ. അപ്പോൾ ഇവിടെ അഹം ഏകവചനം, ആവാം ദ്വിവചനം, വയം ബഹുവചനം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ, ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നിവയുടെ 9 രൂപങ്ങളെയും അവയിൽ വരുന്ന കർത്തൃപദങ്ങളെയും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് ഇവ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ വാക്യങ്ങൾ നമുക്കൊന്ന് നിയമം അനുസരിച്ചിട്ടൊന്ന് നോക്കാം. ഓക്കെ. ഫസ്റ്റ് ഉദാഹരണം, ബാലകഃ പഠതി. നോക്കൂ, പഠതി പ്രഥമ പുരുഷന്റെ
ഏകവചനത്തിലുള്ള പഠ് ധാതുവിൻ്റെ ക്രിയാപദമാണ് പഠതി. അവിടുത്തെ കർത്താവ് ആരാണ്? ബാലകഃ. ഞാൻ പറഞ്ഞിരുന്നു പ്രഥമ പുരുഷനിൽ ഏതൊക്കെ കർത്താക്കളാണ് വരിക എന്ന്. അപ്പോൾ അതനുസരിച്ചിട്ട് ബാലകഃ പഠതി. ബാലകഃ എന്നത് ഒരാൺകുട്ടിയാണല്ലോ അല്ലേ? അതുകൊണ്ട് പഠതി എന്ന ഏകവചന ക്രിയാപദം അവിടെ ഉപയോഗിച്ചു. ഇനി ബാലകൗ പഠതഃ. 2 ബാലകന്മാർ പഠിക്കുന്നു. അവിടെ പഠിക്കുന്നു എന്ന് തന്നെയാണ് മീനിങ്. പക്ഷേ 2 ബാലകന്മാരായതുകൊണ്ട് പഠ് ധാതുവിൻ്റെ പ്രഥമ പുരുഷന്റെ ദ്വിവചന ക്രിയാപദം നമ്മൾ അവിടെ എടുത്തു, പഠതഃ. അതുപോലെ ബഹുവചനം നോക്കൂ. ബാലകാഃ പഠന്തി അല്ലേ? ബാലകന്മാർ പഠിക്കുന്നു. അവിടെയും പഠിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷെ ബാലകന്മാർ, ഒരുപാട് ബാലകന്മാരുള്ളത് കൊണ്ടാണ് അവിടെ ബഹുവചനത്തിൻ്റെതായിട്ടുള്ള ക്രിയാപദം പഠന്തി എന്ന് എടുത്തത്. ഓക്കെ, ത്വം പഠസി. അപ്പോൾ ഇവിടെ പഠസി എന്നത് മധ്യമ പുരുഷന്റെ ഏകവചനത്തിൻ്റെ സ്ഥാനത്തുള്ള ക്രിയാപദമാണ്. അപ്പോൾ മധ്യമ പുരുഷന്റെ ഏകവചനത്തിലുള്ള കർത്തൃപദം ഞാൻ പറഞ്ഞു തന്നു അല്ലേ? ത്വം. ത്വം പഠസി അല്ലേ? ക്രിയാപദം ഏകവചനം, ആ മധ്യമ പുരുഷനിലുള്ള കർത്തൃപദവും ഏകവചനം. ഓക്കെ, അപ്പം മധ്യമ പുരുഷനിൽ എപ്പോഴും ഏകവചനം വർത്തമാനകാലത്തിൽ സി എന്നായിരിക്കും. സി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ കർത്താവ് ത്വം ആയിരിക്കും. അത് ഈ ഷുവറായിട്ടുള്ള കാര്യമാണ് വർത്തമാനകാലത്തിൽ. ഓക്കെ, ഇവിടെ നീ പഠിക്കുന്നു എന്നാണ് മീനിങ്. ഇനി ഇതിൻ്റെ ദ്വിവചനമോ? യുവാം പഠതഃ. നിങ്ങൾ 2 പേർ പഠിക്കുന്നു. യൂയം പഠഥ. നിങ്ങൾ പഠിക്കുന്നു. പഠഥ മധ്യമപുരുഷന്റെ ബഹുവചനത്തിലുള്ള ക്രിയാപദമാണ്. അതുകൊണ്ട് മധ്യമപുരുഷന്റെ ബഹുവചനത്തിലുള്ള കർത്തൃപദത്തെ യൂയം എന്ന് നമ്മൾ ചേർത്തു. അവിടെ മീനിങ് ബഹുവചനത്തിൻ്റെതായിട്ട് നമ്മൾ സ്വീകരിക്കണം. നിങ്ങൾ. ഓക്കെ, ഇനി ഉത്തമ പുരുഷന്റെ നോക്കാം. അഹം പഠാമി. ഞാൻ പഠിക്കുന്നു. പഠാമി ഏകവചനമാണ് ഉത്തമ പുരുഷന്റെ. അതുകൊണ്ട് ഉത്തമ പുരുഷന്റെ കർത്തൃപദം അഹം എന്നവിടെ ചേർത്തു. ആവാം പഠാവഹ. ഞങ്ങൾ 2 പേർ പഠിക്കുന്നു. വയം പഠാമഹ. ഞങ്ങൾ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നോക്കൂ, ക്രിയാപദത്തിൻ്റെ ഏത് വചനമാണോ ആ വചനത്തിനനുസരിച്ചിട്ടാണ് കർത്തൃപദം കൊടുത്തത്. മാത്രമല്ല പുരുഷന്മാർക്കനുസരിച്ചിട്ടും നമുക്ക് കർത്താവിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പ്രഥമ പുരുഷനിൽ ഒരുപാട് കർത്താക്കളുണ്ട്. പക്ഷേ മധ്യമനിലും ഉത്തമനിലും പ്രത്യേകമായിട്ടുള്ള കർത്താക്കൾ മാത്രമേ അവിടെ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്, പുരുഷ വചനങ്ങളെ കുറിച്ചിട്ടുള്ള ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള നിയമങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ധന്യവാദ.